നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. ശിവ ആൽഫിയോടും ഇവനോട് സംസാരിച്ച് പോകാനായി താഴേക്ക് വന്നതും കിളിക്കൊഞ്ചൽ പോലുള്ള കുഞ്ഞുപിന്റെ ചിരി അവന്റെ കാതിൽ കേട്ടു. ഹാളിലേക്കുള്ള സ്റ്റെപ്പിന് മുകളിൽ നിന്നും അവൻ താഴേക്ക് നോക്കി. നിക്കടി കള്ളി, നിക്കടി അവിടെ. നിക്കൂല എച്ചിനി കൂയിക്കേണ്ട. ഹാളിൽ കൂടെ വട്ടത്തിൽ ഓടുവാണ് കുഞ്ഞിപ്പെണ്ണ്. അവളെ പിടിക്കാനെന്ന പോലെ അവൾക്ക് പിറകെ ചിരിയോട് അനുഭവമുണ്ട്. ഒരു നിമിഷം ആ കാഴ്ച കണ്ടവൻ നിന്നുപോയി. നിറഞ്ഞ ചിരിയോടെ കുഞ്ഞിന്റെ പിറകെ ഓടുന്നവളെ കാണുകയെ അവന് നെഞ്ചൊന്ന് പിടഞ്ഞു. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എവിടെയോ നഷ്ടമായ ആ പഴയ അനുഭവമാണ് തനിക്ക് മുന്നിലെന്ന് അവന് തോന്നി. കിളിക്കാമ്പെട്ടി പോലുള്ള അവളുടെ ആ പൊട്ടിച്ചിരി കാണുകയെ അവന് വല്ലാത്ത സന്തോഷം തോന്നി. കുഞ്ഞിപ്പെണ്ണിനെയും അനുവിനെയും നോക്കിക്കൊണ്ട് തന്നെ യാദർച്ഛികമായി അവന്റെ കാലുകൾ അവർക്കരികിലേക്ക് ചലിച്ചു. ഒരു പിങ്ക് കളറിലുള്ള കുഞ്ഞു നിക്കറുമിട്ട് ഒരു ടർക്കിയും പുതച്ചുകൊണ്ട് ഓടുവാണ് കള്ളിപ്പെണ്ണ്. ഹാളിന് ചുറ്റും പയ്യെ തത്തിക്കളിച്ച് ഓടുവാണ് കക്ഷി. അനുവിന് അവളെ പിടിക്കാനുള്ള ദൂരേ ഉള്ളൂ. എങ്കിലും അവളെ കിട്ടിയില്ലെന്ന പോലെ കുഞ്ഞിനെ കയ്യിൽ നിന്നും വഴക്കി വിടുവാണ് പെണ്ണ്. പെട്ടെന്ന് ഓടുന്നതിൻ്റെ ഈ ഹാളിലെ വലിയ സോഫയുടെ പിന്നിലേക്ക് ഒളിച്ചു കുഞ്ഞ്. എന്നിട്ട് അനുവിനെ ഒളിച്ചു നോക്കി. അനത് കണ്ടു. എവിടെ പോയി ഒളിച്ചോ അവ കുറുമ്പി. ദേഹം മുഴുവൻ ചീത്തയാക്കിയിട്ട് ഇപ്പൊ കുളിക്കണ്ടെന്നോ? നോക്കട്ടെ, എന്റെ കയ്യിൽ കിട്ടിയ കുറുമ്പ് പറഞ്ഞ നല്ലോണം തേച്ച് വെച്ച് കുളിപ്പിച്ചിട്ട് അയലുണക്കായിടും ഞാൻ. എവിടെ അവള്? കപടദേശത്തോടെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന് ചുറ്റും നോക്കിയതും വാ പൊത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് നിന്ന് കുഞ്ഞിപ്പെണ്ണ്. എന്നിട്ട് അനു കാണാതെ പിറകിലേക്ക് നടന്നു. ആ കിട്ടിയേ, കള്ളിപ്പെണ്ണ പിടിച്ചേ. ശിവ പിറകിൽ നിന്നും കുഞ്ഞിയെ ഇരു കൈകൾ കൊണ്ടും വാരിയെടുത്ത് പൊക്കി പിടിച്ച് കളിയോടെ അലറി. ശിവയുടെ ശബ്ദം കേട്ട് അനു വെട്ടി തിരിഞ്ഞ് അവനെ നോക്കി. അയ്യോ ശിവഞ്ഞ പീച്ചേ, നോക്കാന്തി അമ്മേ, ചീയച്ചൻ നമ്മത് കുത് കായ്ക്കുമ്പാ. ശിവയെ കണ്ട അതിശയത്തിൽ കുഞ്ഞിപ്പെണ്ണ് അവനെ ഇറുകെ പിടിച്ചുകൊണ്ട് അതിശയത്തോടെ അനുവിനെ നോക്കി പറഞ്ഞു. അനുവും ശിവയും പരസ്പരം നോക്കി. ഒരു നിമിഷം ഇവരുടെയും കണ്ണുകൾ ഇടിഞ്ഞു. പെട്ടെന്ന് അവളെ മുന്നിൽ കണ്ടപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ നാവ് വിലങ്ങിയവൻ. എന്നാൽ അതേസമയം ഉള്ളിൽ 1000 പരിഭവങ്ങൾ വെച്ച് അനു ശിവയെ നോക്കി. കുഞ്ഞിപ്പെണ്ണായിരുന്നു ആ പരിഭവങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത്. പറയാമായിരുന്നില്ല തന്നോട് മോളുടെ കാര്യം. അറിയാം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇത്രയും വലിയ ശിക്ഷ തനിക്ക് തരേണ്ടിയിരുന്നു. ശിവയും അവനെടുത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെയും കാണുകയെ ഒരുതരം വേദനയോട് അവൾ ഉള്ളിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ശിവയുടെ മുഖം പെട്ടെന്ന് വാടി. ശിവച്ചോ! പെട്ടെന്നുള്ള കുഞ്ഞിയുടെ വിളിയാണ് ഇരുവരെയും സ്ഥലകാലബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഹാ എടി കള്ളിപ്പെണ്ണെ, നീ ഈ കോതിൽ എങ്ങോട്ടാ പോണേ? അവൻ കളിയോടെ കുഞ്ഞിപ്പെണ്ണിന്റെ കവളിൽ പിടിച്ച് വലിച്ചു ചോദിച്ചു. ഞാനെങ്ങും പോയില്ലല്ലോ. ഈ ആന്റി അമ്മീനെ തുമ്മ കുയിപ്പിക്കാൻ പിടിച്ചതാ, വേറൊന്നും ചെയ്തില്ല. ചുണ്ടൊക്കെ പ്ലത്തി ഭയങ്കര നിഷ്കളങ്കമായി കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവനോട് പറഞ്ഞതും ശിവ ചിരിച്ചു പോയി. അവളുടെ വർത്താനം കേട്ട് അനുവിനെ ചുണ്ടൊന്ന് വിടർന്നു. പിന്നെ നീ ഒന്നും ചെയ്തില്ലെന്ന് നീ എനിക്കറിയില്ലടി കള്ളി. അത് മാത്രം ഞാൻ വിശ്വസിക്കില്ലടി. ആൽഫിയുടെ മോളല്ലേ നീ? തല പോകുന്ന കാര്യം ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല രാമൻകുട്ടി എന്ന് പറയുന്നവനാ നിന്റെ അപ്പൻ. ശിവ കളിയോടെ കുഞ്ഞിപ്പെണ്ണിന്റെ മൂക്ക് പിടിച്ച് വലിച്ചതും കുറുമ്പി ഒരു കള്ളനോട്ടം അവനെ നോക്കി. കണ്ടോ കണ്ടോ അവളുടെ ഒരു കള്ളനോട്ടം. അപ്പൊ എന്തുകൊണ്ട് എന്തടി കന്തടി നീ ഒപ്പിച്ചേ? അവൻ ചോദിച്ചതും പെണ്ണ് കണ്ണെന്ന് ചിമ്മി ചുമൽ കൂച്ചി കാണിച്ചു. അപ്പൊ ശിവയുടെ നോട്ടം അനുവിലേക്ക് നീണ്ടു. അത് ക്ലാരമ്മ കിച്ചണിൽ ഗോതമ്പാവ് എടുത്തു വെക്കുന്ന വഴി കുഞ്ഞ് ഓടി വന്നവരെ തട്ടി. ക്ലാരമ്മയുടെ കയ്യിൽ നിന്ന് മാവെല്ലാം താഴെ ചിതറി. കൂട്ടത്തിൽ അത് അവളുടെ ദേഹത്തുമായി. ഞാനപ്പോൾ അതെല്ലാം ഒന്ന് വാശ് ചെയ്ത് കളിയാ കുഞ്ഞുസിനെ വിളിക്കായിരുന്നു. അനു പതിയെ അവനോട് പറഞ്ഞപ്പോഴാണ് ശിവയും കുഞ്ഞിപ്പെണ്ണിന്റെ ദേഹത്ത് അങ്ങിങ്ങായുള്ള പൊടി ശ്രദ്ധിച്ച്. അമ്പടി ചട്ടമ്പി, അപ്പൊ അതാണ് കാര്യം. മാവില് ഫേഷ്യൽ ചെയ്തിട്ട് വന്ന് നിൽക്കുവാണല്ലേ കാന്താരി കൊയച്ച്. കുഞ്ഞവനെ നോക്കി വെളുക്കനെ ചിരിച്ചു. എന്നെ നേരത്തെ കുയിപ്പിച്ചതാ, ഇനി എന്നെ കുയിപ്പിക്കാൻ ആന്റി അമ്മ ഒരു പായോച്ചി വെച്ചു. കൊഞ്ചലോടെ ശിവയുടെ താടിയിൽ പിടിച്ച അപേക്ഷ പോലെ കുഞ്ഞ് ചോദിച്ചതും ഇല്ലല്ലോ. ഈ കാര്യത്തിലേ ശിവച്ചന്റെ പൊന്നുമോൾക്ക് ഒരു കോംപ്രമൈസും ഇല്ലല്ലോ കുട്ടാ. എന്റെ പൊന്നു പോയി മേല് കഴുകി എന്നാടി കൊണ്ടുപോയി കുളിപ്പിക്ക്. മുന്നോട്ട് വന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണ പെട്ടെന്ന് അനുവിന്റെ കയ്യിലേക്ക് കൊടുത്തു ശിവ. അനു പെട്ടെന്ന് അവളെ വാരിയെടുത്തു. അപ്പൊ കുഞ്ഞി ഏച്ചി കുയിച്ചെന്റെ വാശി പിടിച്ച് കാറിക്കൊണ്ട് പറയുന്നതിനൊപ്പം ശിവയുടെ കോളൽ പിടിവിടാതെ മുറുകെ പിടിച്ചിരുന്നു. അവനങ്ങനെ പിടിച്ചതും ശിവ മുന്നോട്ടൊന്ന് ആഞ്ഞുപോയി. അനുവിന്റെ മേലേക്ക് അവൻ ചാഞ്ഞതും കുഞ്ഞിപ്പെണ്ണ എടുത്തു നിന്ന് അനുവിന്റെ ബാലൻസ് തെറ്റി. അവളൊന്ന് പിന്നോട്ട് കാല് വെച്ചതും പെട്ടെന്ന് ശിവ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അവന്റെ പിടിയിൽ ഒരു നിമിഷം മനം ഞെട്ടി. അവനും അങ്ങനെ വേണമെന്ന് ചെയ്തതല്ല. പക്ഷേ അത്രയും അടുത്ത് അവൾ അങ്ങനെ പിടിച്ചപ്പോൾ ശിവയുടെ ഉള്ളൊന്ന് തണുത്തു. കുഞ്ഞിപ്പെണ്ണ് ഇരുവർക്ക് നടുവിലായി നിൽക്കുമ്പോഴും ശിവയുടെയും അനുവിന്റെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. എന്നാൽ പെടുന്നതിനെ അനു കുഞ്ഞിപ്പെണ്ണിനെയും എടുത്ത് അവനീന്ന് അകന്നു മാറി. സോറി, പെട്ടെന്ന് കാല് തെന്നിയത് എൻ്റെ.
എനിക്ക് ബാലൻസ് കിട്ടിയില്ല. ശിവയിൽ നിന്നും അകന്നു നിന്നിട്ട് അവൾ പറഞ്ഞു. എന്തോ പെട്ടെന്ന് അവൾ അവനിൽ നിന്ന് അകന്നതും അങ്ങനെ പറഞ്ഞത് കേട്ട് ശിവക്കുള്ളിൽ കുത്തലുണ്ടായി. താൻ അവളെ പിടിച്ചതിനാണ് അവൾ സോറി പറഞ്ഞത്. അതിന് ഇഷ്ടമായില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൻ വല്ലായ്മയുടെ മനസ്സിൽ ചോദിച്ചു. എന്നാൽ അനുവിൻ്റെ ഉള്ളു വല്ലാതെ വേദനിക്കുകയായിരുന്നു. ശിവ ഒരിക്കലും തന്നെ പഴയ പോലെ കാണില്ല. തൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ആള് മോളുള്ളത് കൊണ്ട് വീഴാൻ നേരം പിടിച്ചതാണെന്നാണ് അവൾ ഓർത്ത്. ഞാനെന്ന് ഇറങ്ങാം. ഒട്ടൊരു നിമിഷത്തെ മൗനത്തിന് ശേഷം ശിവ പറഞ്ഞതും കുനിഞ്ഞ മുഖത്തോട് നിന്ന് അനു ഒന്ന് മൂളി. ടാറ്റ ചിവച്ചോ. കുഞ്ഞിപ്പെണ്ണ അവനെ നോക്കി കൈവീശി പറയവേ കുഞ്ഞിനെ നോക്കി ഒന്ന് ചിരിച്ച് അവളുടെ കവിളൊന്ന് താലോടിയിട്ട് ശിവ പുറത്തേക്ക് നടന്നു. അപ്പോൾ അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീർ അനുവിൻ്റെ കണ്ണിൽ നിന്നും താഴേക്ക് ചാടി. ആന്റിമ കൈ വാഞ്ഞോ. നിറഞ്ഞൊഴുകിയ അനുവിൻ്റെ കണ്ണുകൾ കണ്ട കുഞ്ഞിപ്പെണ്ണ അവളുടെ കവിളിൽ തൊട്ട് സങ്കടപ്പെട്ട് ചോദിച്ചു. ഏയ് ആന്റിയമ്മ കരഞ്ഞതല്ല പൊന്നെ, ആന്റിമ്മയുടെ കണ്ണില്ലേ എന്നെ കുഞ്ഞൂസിന്റെ ദേഹത്ത് പൊടി പോയതല്ലേ. കുഞ്ഞിയെ സമാധാനിപ്പിക്കാനെന്ന പോലെ ഒരു കൈ കൊണ്ട് മുഖം തുടച്ച് ചിരിയോടെ പറഞ്ഞു അനു. ആഞ്ഞോ എന്നെ നമുക്ക് കുച്ചാൻ പോവാ, അവൻ മേലിന്റെ ദേഹത്തെ പൊതി മുഴുവൻ പോകുമല്ലോ. കൈകൊട്ടി ചിരിച്ചുകൊണ്ട് കളിച്ചിരിയോടെ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞതും അനുവും ചിരിച്ചുപോയി. അനു കുഞ്ഞിനെ പുണർന്ന് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. എന്നാൽ മുകളിലെ സ്റ്റെയർ കേസിന്റെ അടുത്തായി ഈ സംഭവങ്ങളെല്ലാം കണ്ട് നീയ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളും കലങ്ങി പറഞ്ഞിരുന്നു. രാത്രി ഏറെ വൈകിട്ടാണ് തരകൻ ബിൽഡേഴ്സ് എന്ന ആ വലിയ കമ്പനിയുടെ പാർക്കിങ്ങിൽ അവൻ്റെ ബ്ലൂ XUV വന്നു നിന്നത്. കാറിൽ നിന്നിറങ്ങി നേരെ അകത്തേക്ക് കയറി MDയുടെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ കിടന്ന് ഫോൺ റിംഗ് ചെയ്തു. അവൻ ഫോൺ എടുത്ത് നോക്കി. ക്രിസ്റ്റീന എന്ന് തെളിഞ്ഞു കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി പിരിഞ്ഞു. കയ്യിലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നേരെ ആ വലിയ മുറിയുടെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി. അകത്ത് അവനെ പ്രതീക്ഷിച്ചെന്ന പോലെ ഇരുന്ന ജോണിന്റെ കണ്ണുകളൊന്ന് വിടർന്നു. ലിയോണിന്റെ അനക്കം അറിഞ്ഞപ്പോഴാണ് അവന്റെ കയ്യിൽ തലചായ്ച്ച് കിടന്നുറങ്ങുന്ന കാർത്തിക എഴുന്നേറ്റത്. അവൾ വേഗം നോക്കിയതും കണ്ടു കണ്ണുകൾ ഇറുകെ അടിച്ചുകൊണ്ട് തന്നെ തല ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നവനെ. കാർത്തിക ക്ലോക്കിലേക്കൊന്ന് നോക്കി. സമയം വെളുപ്പിന് 2:40. ഇന്നലെ രാത്രിയിൽ ഡോക്ടർ വന്ന് ലിയോണിനെ പരിശോധിച്ച് ഇഞ്ചക്ഷനും കൊടുത്തിട്ട് പോയിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പനി കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നാൽ മതിയെന്നും പറഞ്ഞു. കാർത്തിക അപ്പോൾ തൊട്ട് അവൻക്ക് അരികിൽ നിന്ന് മാറാതെ അവനെ പരിപാലിക്കുകയാണ്. ഉറക്കം ഒഴിഞ്ഞു നിന്ന് അവൻ്റെ ടെമ്പറേച്ചർ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും അവനെ നെറ്റിയിൽ കോട്ടൺ നനച്ചിട്ടുമൊക്കെയായി പെണ്ണ് അവൻക്കരികിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ എപ്പോഴോ ഒന്ന് മയങ്ങിയതാണ് അവൾ പതിയെ അവനെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി. ആവൂ, ചൂട് കുറവുണ്ട്. ഏട്ടൻ വിയർക്കാനും തുടങ്ങിയല്ലോ. പനി വിടുന്നതാവും. ഇനി അതിൻ്റെ ആവും അസ്വസ്ഥത. അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്തു. പനി കുറഞ്ഞെന്ന് കണ്ടതും മുറിയിലെ AC ഓണാക്കാതെ ഫാൻ മാത്രം ചെറിയ സ്പീഡിലിട്ടു. ചെറിയ കാറ്റടിക്കാൻ തുടങ്ങിയതും ലിയോൺ വീണ്ടും മടങ്ങിക്കിടന്നു. അവൻ വീണ്ടും ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായതും ചിരിയോർ അവനടുത്തേക്ക് ചെന്നിരുന്നു. ഒന്ന് പേടിപ്പിച്ചിട്ട് തന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ പനിയൊക്കെ വന്നാ അതെന്താ അപകടമാണെന്ന് അറിയോ? ഇത്ര നേരം തീരെ ഞാൻ നിന്നെ അറിയോ? അവന്റെ തലയിലൊന്ന് അരുമിയായി തടുകി കളിയോട് അവൾ ചോദിച്ചു. ചെറുതായി വാതുറന്ന് പിടിച്ച് കിടന്നിറങ്ങുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ ലിയോൺ കൂർക്കം വലിയുണ്ട്. ഇപ്പൊ പനി വന്ന് മൂക്കടഞ്ഞത് കൊണ്ട് ഇത്തിരി ഉച്ചത്തിലാണ് കൂർക്കം വലിക്കുന്നത്. അത് കാണി ഒന്ന് ചിരിച്ചു പോയി കാർത്തു. പെട്ടെന്ന് ഉറക്കത്തിനിടയിൽ അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നത് അവൾ കണ്ടു. അതെന്താണെന്ന് മനസ്സിലായ കാർത്തികയുടെ മുഖം പാടി. ഇവിടെ വന്ന നാൾ മുതൽ കാണുന്നതാണ് ഇങ്ങനെ അബോധാവസ്ഥയിലാകുമ്പോൾ ഏട്ടന്റെ വായിൽ നിന്ന് വരുന്ന പേര് വീണ എന്ന്. ഒരു ദീർഘനിശ്വാസത്തോടെ തോർത്ത് പയ്യെ അവൾ അവന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റതും അവളുടെ വലത് കയ്യിൽ പിറകിൽ നിന്നും അവന്റെ പിടി വീണു. അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതും കാർത്തു പോവാതടി. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കാറ്റ് പോലെ പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും ആ പെണ്ണിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഹൃദയം നിറഞ്ഞതുപോലെ അവളിൽ സന്തോഷം കുമിഞ്ഞുകൂടി. കണ്ണുകൾ നിറഞ്ഞു. അടുത്ത നിമിഷം തിരിഞ്ഞവന്റെ ബെഡിലേക്കിരുന്ന് അവന്റെ കയ്യെ ഇരു കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ചു. ഇല്ലട്ടോ, ഞാനിവിടെ അടുത്തുണ്ട്. നിറഞ്ഞ കണ്ണുകളിൽ ചിരിയുടെ അകമ്പടിയോട് ആ പെണ്ണ് പറഞ്ഞതും അത് കേട്ട പോലെ അവന്റെ ചുണ്ടിലും ഒരു കുഞ്ഞു ചിരി പിരിഞ്ഞു. ചിരിയോട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആ പെണ്ണ്. അപ്പോൾ അവളുടെ ഉള്ളിൽ നിറയെ അവനായിരുന്നു. എന്റെ കുഞ്ഞൂസേ, നീ ഞാൻ പറയുന്ന മുഴുവൻ കേട്ടല്ലോ അല്ലേ? ഇനി നമുക്കൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കാം. എന്തേ? ആ വിനു ചോദിച്ചതും വലിയ ആവേശത്തോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിപ്പെണ്ണ്. രാവിലെ വിനു കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് മുകളിലത്തെ നിലയിൽ ജനൽ തെട്ടിയിൽ ഇരിപ്പാണ്. വിനുവിന്റെ മടിയിലാണ് കുഞ്ഞ്. വിനുവിന് നിത്യയോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അവൻ അവളെ വിളിക്കാൻ മടി. അതിനുവേണ്ടി കുഞ്ഞിയെ കൊണ്ട് അവളെ വിളിപ്പിക്കാൻ പ്ലാൻ ഇടുവാണ് ചെക്കന്. ഞാൻ നിത്യയെ ഫോൺ വിളിച്ച് നിനക്ക് തരും. അപ്പം മോൾ അവളോട് എന്ത് പറയും? ഞാൻ പറയും, നിത്യമ്മാമിനെ മോള് മിസ് ചെയ്തു, മോക്ക് മമ്മിയെക്കാനോ ഒത്തിരി കൊതി ചൊഞ്ഞു നിന്ന് പറയും. കുഞ്ഞു ചിരിയോടെ മോൾ അവനോട് പറഞ്ഞു. മിടുക്കി,
നീ മാമന്റെ മോള് തന്നെയടി ഉമ്മ. കുഞ്ഞിയുടെ ഉണ്ടക്കവളിൽ ആഞ്ഞു ഉമ്മ കൊടുത്തുകൊണ്ട് വിനു പറഞ്ഞതും ഉമ്മനെ എനിക്ക് മേഞ്ച മജതക്കേ എനിക്ക് കിഞ്ച ജോയി വാങ്ങിട്ട് അഞ്ഞോനോ കേട്ടതാ മാമച്ചി. മുഖത്ത് കുഞ്ഞു ഗൗരവം വരുത്തിക്കൊണ്ട് പെണ്ണ് പറഞ്ഞു. ആയിക്കോട്ടെ രാശാദി. വിനി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞു വയറിൽ മുഖം ചേർത്തതും പെണ്ണിക്കിളിയെടുത്ത് പൊട്ടിച്ചിരിച്ചു. ആ സമയം അങ്ങോട്ട് വന്ന ജെസ്സി വിനുവിനെയും കുഞ്ഞിപ്പെണ്ണിനെയും കണ്ട് ഇവരുടെ കളിച്ചിരി കാണാൻ അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആൽഫി കൊടുത്ത അവധിയുടെ കാര്യം എടുത്ത് പണം തിരികെ നൽകാൻ വേണ്ടി ഇന്നലെ മുതൽ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുക എൻ്റെ മോള്. അപ്പൊ ഇതിനെല്ലാം കാരണമായി ഈ കൊച്ചിപ്പിശാച്ച് ഇവിടുന്ന് കളിച്ച് രസിക്കുവാണല്ലേ. ജെസ്സി പാകിയോടെ കുഞ്ഞിയെ നോക്കി. ഓ, ഇവിടെ ഇരുന്ന് തുള്ളി കളിക്കുവല്ലേ രണ്ടെണ്ണവും. ജെസ്സി അവർക്കടുത്തേക്ക് നടന്നു ചെന്ന് പറഞ്ഞതും അവരെ കണ്ടവിന് കുഞ്ഞിപ്പെണ്ണയും എടുത്ത് എഴുന്നേറ്റു. നാണമില്ലല്ലോടാ ചെറുക്ക ഈ വീട്ടിൽ കയറി ഇങ്ങനെ തിന്നും കുടിച്ചും നിൽക്കാൻ. നാണിക്കാനായിട്ട് ഞാനിവിടെ ഉഴുതനില്ലാതെ നിൽക്കുന്നല്ലോ. പിന്നെ ഈ വീട്ടിൽ ഞാൻ തിന്നും കുടിച്ച് നിൽക്കണോ വേണ്ടിയെന്ന് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കണം. കൊള്ളാലതല്ല നിങ്ങള്. ഡാ, നീ എന്തെന്നെ വിളിച്ചേ? തള്ളേന്നോ? അയ്യോ അല്ല, 10-60 വയസ്സായിട്ട് വെള്ളം പുട്ടിയടിച്ച് ചുണ്ടും ചോപ്പിച്ച് നടക്കുന്ന നിങ്ങളെ ഞാൻ ചെറുപ്പക്കാരി എന്ന് വിളിക്കാം. ഒന്ന് പോകളവി. വിനവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഡാ, നീ വെരലി നുള്ളിക്കോ. ഇനി അധിക ദിവസം നീയൊന്നും ഈ വീട്ടിൽ കാണില്ലടാ. നിന്നെയൊക്കെ ഇവിടെ നേരൊക്കെ വിടാനുള്ള ആള് ഉടനെ വരും. നീയൊക്കെ കണ്ടോ? വിനുവിന്റെ ആ പരിഹാസത്തിൽ അരിശം കൊണ്ട് ജെസ്സി വിനുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് താക്കിയതുപോലെ പറഞ്ഞതും ആ അയ്യോ. അടുത്ത നിമിഷം ജെസ്സിയുടെ ആ വലിയ വായിലുള്ള നിലവിളി അവിടെ ഉയർന്നു.